MSC എൽസ 3 കപ്പൽ അപകടത്തിൽ അദാനി കമ്പനിയുടേത് തികഞ്ഞ നിരുത്തരവാദിത്വപരമാണെന്ന് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി. കപ്പൽ ക്യാപ്റ്റനെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകാത്തത് മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന വലിയ വിവേചനമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഇനിയും ലഭ്യമാക്കിയിട്ടില്ല എന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. MSC എൽസ 3 കപ്പലിലെ ജീവനക്കാരിൽ 3 പേരെ നാട്ടിൽ പോകാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അനുവദിച്ചിരുന്നു. ക്യാപ്റ്റൻ അടക്കമുള്ള മറ്റു 4 പേരുടെ കാര്യം 15-ാം തീയതി പരിഗണിക്കും. ക്യാപ്റ്റനെ വിട്ടയച്ചാൽ കേസിലെ തെളിവുകൾ നഷ്ടപ്പെടുമെന്നാണ് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി ആരോപിക്കുന്നത്. കപ്പൽ പുറപ്പെടുമ്പോൾ തന്നെ 5 ഡിഗ്രി ചെരിവുണ്ടായിരുന്നുവെന്ന DG ഷിപ്പിംഗിന്റെ റിപ്പോർട്ടും പുറത്തുവന്നിട്ടുണ്ട്. കപ്പൽ യാത്ര തുടരാൻ അനുവദിച്ചത് തന്നെ ഗുരുതരമായ കൃത്യവിലോപമാണ്. ക്യാപ്റ്റനെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകാത്തത് മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന വിവേചനമാണെന്ന് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് ആരോപിച്ചു. ഒരു വർഷമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കേസ് ഉഴപ്പുകയായിരുന്നു. അവരിതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട ജനറൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ്, ലോഗ് ബുക്ക്, ലോഗ് ചാർട്ടർ ഒന്നും പരിശോധിച്ചില്ല. ക്യാപ്റ്റനെ വിസ്തരിക്കേണ്ടിയിരുന്നു, അത് നടത്തിയിട്ടില്ല. ഒരു റിപ്പോർട്ടും കൊടുത്തില്ല. കഴിഞ്ഞ വർഷം മെയ് 25-ന് മുങ്ങിയ കപ്പൽ നാളിതുവരെയായി ഉയർത്തിയിട്ടില്ല. കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ തട്ടി മത്സ്യത്തൊഴിലാളികളുടെ വലകൾ കീറി നശിച്ചു. എന്നാൽ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരവും ലഭ്യമാക്കിയിട്ടില്ല. കേന്ദ്ര സ്ഥാപനമായ CMLR പറഞ്ഞു ഇത് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതം വളരെ ഗുരുതരമാണ്. ഇതൊന്നും പരിശോധിച്ചിട്ടില്ല. അതിൽ 13 കണ്ടെയ്നറിനകത്ത് ഗുരുതരമായ രാസവസ്തുക്കൾ, പൊട്ടാസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു. ഒന്നിനകത്ത് റബ്ബർ മിശ്രിതങ്ങളുണ്ടായിരുന്നു. ഇതാണ് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നത്. അതിൽ കുറേ എണ്ണം അവർക്ക് കിട്ടിയിട്ട് കുറേ എണ്ണം തമിഴ്നാട് വരെ എത്തിയിരിക്കുന്നു, ഒലിച്ചു പോയിട്ട്. ഈ കപ്പൽ ഒരു വർഷത്തിനും പൊക്കുന്ന അവർ പ്രഖ്യാപിച്ചു. കപ്പൽ ഇതുവരെ പൊങ്ങിയിട്ടില്ലെന്ന് മാത്രമേ ചെളി അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി പൊക്കുക അസാധ്യമാണ്. വിഷയത്തിൽ മതിയായ രേഖകൾ സമർപ്പിക്കുകയും മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത പ്രായോഗിക നടപടികൾ സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെയും ആവശ്യം. അമൃത ന്യൂസ്, കൊച്ചി.